എപ്പോഴുമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭാരതീയ സമാജവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായാലും ഏതിലായാലും നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ധാരാളം ഉപദേശങ്ങളുമായി നമ്മോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക അവലോകനം നടത്തുന്ന ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറാണ്. മുൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റ് തന്നെയാണ്. നമ്മുടെ പല പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടി എഡിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അദ്ദേഹം പല പുസ്തകങ്ങളുടെ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ. അദ്ദേഹത്തെ നമുക്കറിയാം, നമ്മുടെ വികാരത്തിൽ നമ്മുടെ ഹൃദയവികാരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ എഴുത്തുകളും പുസ്തകങ്ങളും അറിയാത്ത മലയാളികളില്ല. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. അദ്ദേഹവും സദ്ഭാവന ട്രസ്റ്റിന്റെ സന്തത സഹചാരി തന്നെയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹവും നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മറുമൊഴി പറയുന്നത് ശ്രീ കെ വി വസന്തകുമാറാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ. അതായത് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു വസന്തകുമാർ അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ. എഡിറ്റർ എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഈ പുസ്തകം ഒരു ആർട്ടിക്കിളോ ലേഖനമോ അങ്ങനെയൊന്നും അല്ല. ഓരോരുത്തരും തമ്മാൻ സാറിനെ പറ്റി ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ എഴുതി അതൊരു എഡിറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പുസ്തകം. അത് വളരെ സമർത്ഥമായി നിർവഹിച്ച ശ്രീ കെ പി വസന്തകുമാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ശ്രീ പി സി വിഷ്ണുനാഥ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം സാഹിത്യകാരനും കവിയും ഗായകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹം വിജ്ഞാനത്തിന്റെ വിളക്കുമരം എന്നുള്ള പുസ്തകമാണ്. നമ്മൾ പറയുന്ന സർവ്വവിജ്ഞാന പ്രതിഭ എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ. സർവ്വവൈജ്ഞാനിക പ്രതിഭ എന്നുള്ളതാണ്. ആ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത്രയധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഇത്രയധികം പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാര്യം എപ്പോൾ നോക്കിയാലും ഒരു പുസ്തകമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഒരു പുസ്തകം വായിച്ചു തീർക്കും, ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത പുസ്തകം വായിച്ചു തീർക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവവും കണ്ടിട്ടുള്ള രീതി. അങ്ങനെയുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു പുസ്തകം ഇവിടെ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം. അടുത്തായി ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധു സുരേഷ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സദ്ഭാവന ട്രസ്റ്റിന്റെ പബ്ലിക്കേഷൻ ഓഫീസറാണ്. സിന്ധുവിന്റെ കൂടെയാണ് ഒരു അംഗം, ഒരു പറ്റം പെൺകുട്ടികൾ ഈ പ്രസാധന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. ആ ടീമിനെ ശക്തമായി നയിക്കുന്നത് സിന്ധുവാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ധാരാളം മേഖലകളിൽ പോവുകയും ധാരാളം എഴുത്തുകാരുമായി ബന്ധപ്പെടുകയും അവരിൽ നിന്നുള്ള ആർട്ടിക്കിൾ വാങ്ങിക്കുകയും ഇതിന്റെ രാപകലില്ലാതെ സദ്ഭാവന ട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സിന്ധു സുരേഷ്. സിന്ധു സുരേഷിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽപ്പെട്ട വ്യക്തിത്വങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണ വ്യത്യസ്തമായി സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി ജയശ്രീകുമാർ സദ്ഭാവന ട്രസ്റ്റിന്റെ ഒരു നയപ്രഖ്യാപനം പോലെ ചില എനിക്ക് തോന്നുന്നു സദ്ഭാവന ട്രസ്റ്റിന്റെ ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രൗഢമായ ഒരു യോഗമാണിത്. അതുകൊണ്ടാകാം ജയശ്രീകുമാർ ആ നിലയിൽ സദ്ഭാവന ട്രസ്റ്റിനെ കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സദ്ഭാവന ട്രസ്റ്റിന് തത്വശാസ്ത്രമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയെന്നുകൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു പൊതുപ്രസ്ഥാനം എന്ന നിലയിൽ, പബ്ലിക് ട്രസ്റ്റ് എന്ന നിലയിൽ, ഇതല്ലെങ്കിൽ മുതലാളിയുടെ ഒരു പ്രസ്ഥാനമല്ല, ഒരു സ്ഥാപനമല്ല, ഏതെങ്കിലും മുതലാളിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനവുമല്ല. ഇതൊരു പൊതുപ്രസ്ഥാനം, ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രസ്ഥാനം, ഒരു കോമൺ പ്ലാറ്റ്ഫോം. ഭാരതീയ ദർശനങ്ങൾ ഊന്നിന്നുകൊണ്ട് ചാതുർവർണ്ണമല്ല, ചാതുർവർണ്ണ്യമല്ല, ശങ്കരാചാര്യർ പറഞ്ഞത് ചതുർകർമ്മ, 4 കർമ്മവ്യവസ്ഥയാണ് എന്ന അടിസ്ഥാന ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനം.
വർണ്ണവ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും പിന്തുടരുന്ന ഏറ്റവും വലിയ പിശാച് എന്ന് പറയുന്നത്. ആ വർണ്ണവ്യവസ്ഥയെ തുടർന്നുള്ള സാമൂഹ്യമായ ഭിന്നിപ്പ്. ശങ്കരാചാര്യർ പറയാത്ത കാര്യങ്ങൾ ശങ്കരാചാര്യർ വഞ്ചിച്ച ഒരു സമൂഹം എഴുതി ചേർത്ത സാമൂഹ്യ വ്യവസ്ഥ ഇന്നും നമ്മുടെ ഭാരതത്തിൽ പിന്തുടരുന്നു എന്നുള്ളതാണ്. ശങ്കരാചാര്യ സമൂഹത്തെ ഹൊറിസോണ്ടലായി ശാസ്ത്രമേഖലയിൽ, രാജ്യമേഖലയിൽ, രാജ്യഭരണ മേഖലയിൽ, രാഷ്ട്രീയ വിഷയങ്ങൾ, രാഷ്ട്ര വിഷയങ്ങൾ ഇടപെടുന്ന ആളുകളെ ക്ഷത്രിയർ, ആചാര്യരെ ആളുകളെ, സാമൂഹ്യ രംഗത്തെ ബ്രഹ്മജ്ഞാനികളെ അവര് ബ്രാഹ്മണർ, സമൂഹത്തിന് വേണ്ടി വിഭവ സമാഹരണം നടത്തുന്ന കാര്യങ്ങൾ, കൃഷി, കച്ചവടം, വൈദ്യം തുടങ്ങിയ സമഗ്ര മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് വിഭവ സമാഹരണം നടത്തുന്ന ആളുകൾ വൈശ്യരെന്നും, ഇക്കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളെ ശൂദ്രെന്നും നാലായി, ഹൊറിസോണ്ടലായിട്ടാണ്, നാലായിട്ട് ശങ്കരാചാര്യർ വിഭജിച്ചു. 4 കർമ്മവ്യവസ്ഥകളാണ് ശങ്കരാചാര്യർ നിർദ്ദേശിച്ചത്. ആചാര്യരായി വന്ന ബ്രഹ്മജ്ഞാനികളായി വ്യാഖ്യാനിക്കപ്പെട്ട ബ്രാഹ്മണർ എന്ന് പറയുന്ന സമൂഹം ഇത് നേരെ എടുത്ത് വെർട്ടിക്കലായി വെച്ചു. വെർട്ടിക്കലായി വെച്ചിട്ട് ബ്രാഹ്മണർ മുകളിൽ കയറി. അത് കഴിഞ്ഞ് അവർ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിട്ട് രൂപം കൊടുത്ത ഉപജാപമുണ്ടല്ലോ, ഒരു ഉപജാപം. അത് എവിടെയും ഉപജാപം, അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഉപജാപം. ഒരു പുതിയ ആൾ KPCC പ്രസിഡന്റായി വന്ന ആ KPCC പ്രസിഡന്റ് ചുറ്റും കുറച്ച് ആളുകൾ കൂടി മറ്റുള്ള ആളുകൾ ഒഴിവാക്കുന്നത് പോലുള്ള ഒരു ഉപജാപമുണ്ട് ഇന്ന് കാണുന്ന. അത് KPCC പ്രസിഡന്റ് ഉദാഹരണം പറഞ്ഞത്, KPCC ഓഫീസായുണ്ട്. ഒരു ഭരണം വന്നാൽ ഭരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുകൂടുന്ന ഉപജാപം. അതുപോലെ ഈ ബ്രഹ്മജ്ഞാനികൾ, ബ്രാഹ്മണരുടെ ചുറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഉപജാപം, ചെറു സംഘം അവരുടേതായ നിലയിൽ സമൂഹത്തെ ഒതുക്കിക്കെട്ടി ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ മാറ്റി നിർത്തി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയാണ് ശങ്കരാചാര്യർ ഉൾക്കൊണ്ടുകൊണ്ട് 4 കർമ്മവ്യവസ്ഥ സൃഷ്ടിച്ചത്. ആ ശങ്കരാചാര്യരെ വഞ്ചിച്ചുകൊണ്ട് വർണ്ണവ്യവസ്ഥ ശങ്കരാചാര്യർ സൃഷ്ടിച്ചതാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ആ ദുരന്തമുണ്ടല്ലോ, നമ്മുടെ വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലുമൊക്കെ കടന്നു ചെന്ന് അവിടെ എല്ലാം മാലിന്യം കലർത്തിയ ഈ ശക്തികളുണ്ടല്ലോ എല്ലായിടത്തും. ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകി ചൊല്ലിയ രാമായണത്തിൽ പോലും ക്ഷത്രിയ ബ്രാഹ്മണ എന്ന് എഴുതി ചേർത്ത ആളുകൾ, ഭഗവത്ഗീതയെ പോലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ശൂദ്രനെ കുറിച്ച് ഈ വിധം പറഞ്ഞു എന്ന് എഴുതി ചേർത്ത ആളുകൾ, എല്ലായിടത്തും വർണ്ണവ്യവസ്ഥ എഴുതി ചേർത്ത ആളുകൾ മലിനപ്പെടുത്തി നമ്മുടെ വേദോപനിഷത്തുകളെയും ഇതിഹാസങ്ങളെയും സനാതന ധർമ്മത്തെ പോലും മാലിന്യപ്പെടുത്തിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ആ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കുക, മാലിന്യമുക്തമാക്കുക. നമ്മുടെ വേദോപനിഷത്തുകളും ഇതിഹാസങ്ങളും നമ്മുടെ വൈജ്ഞാനിക പൈതൃകവും ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും മാലിന്യമുക്തമാക്കിയെടുക്കുക എന്നൊരു മഹാദൌത്യമുണ്ട്. VT ഭട്ടതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാടും ഒക്കെ പരിഷ്കരണത്തിനായി ഒരുപാട് യത്നിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ മാലിന്യമുക്തമാക്കുന്ന നടപടിയിലേക്ക് പോകുന്നതിലും മറ്റു കാര്യങ്ങൾ ഉപരിതലത്തിലുള്ള ചില പ്രശ്നങ്ങളിലേക്കാണ് അവർ കടന്നു കയറി ആക്രമണം നടത്തിയത്. അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ശ്രീനാരായണ ഗുരു പോലും വന്നപ്പോൾ ശ്രീനാരായണ ഗുരു അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തെ വളരെ ലളിതമായി നോക്കിക്കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അവിടെയാണ് സദ്ഭാവന ട്രസ്റ്റ് വ്യക്തമായ ദിശാബോധത്തോടുകൂടി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥ, ഒരു സാംസ്കാരിക അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകണം. വർണ്ണരാജിക്ക് അന്ത്യം കുറയ്ക്കണം, വർണ്ണരാജിക്ക് അന്ത്യം കുറിക്കണം. വർണ്ണമല്ല ആവശ്യം, കർമ്മമാണ് ആവശ്യം എന്നുള്ള അടിസ്ഥാന കാഴ്ചപ്പാട്. അവിടെയാണ് ഡോക്ടർമാർ തമ്മിൽ വ്യത്യസ്തനാകുന്നത്. കൂടുതലും പ്രസിഡന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സിന്ധു കാണിക്കുന്ന കാർക്കശ്യമായ നിലപാടുകളെ കുറിച്ച് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്ന് സെക്രട്ടറി ജയാശ്രീമാർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് സിന്ധുവിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്ഥാപനപരമായ അധികാരമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ, സിന്ധുവിന്റെ കാര്യത്തിൽ ഇടപെടുവാൻ ആരെയും നാം ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പുസ്തകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യുവാനുള്ള അധികാരം സിന്ധു സുരേഷിനാണ്. അതിനകത്ത് വെള്ളം ചേർത്താൽ നാം ലക്ഷ്യമിടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇത് ഇടയ്ക്ക് വെച്ച് പൊടിഞ്ഞു പോകും. പൊടിയാൻ പറ്റില്ലല്ലോ.
ഇത് ജനങ്ങളെ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരായ ആളുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം. കോൺഗ്രസ്സുകാർക്ക് അച്ചടക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയൊന്നുമില്ല. ചിലർക്കുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ അച്ചടക്കത്തോടുകൂടി കോൺഗ്രസ് വിശ്വാസികൾക്ക് ഒരു പ്രസ്ഥാനം നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ് സദ്ഭാവന ട്രസ്റ്റ്. പക്ഷേ ചിട്ട വേണം, വ്യവസ്ഥ വേണം എന്നുള്ളത് മാത്രം. ആ ചിട്ടയും വ്യവസ്ഥയും പാലിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് സദ്ഭാവന ട്രസ്റ്റ് നടത്തുന്നത്. ഡോക്ടർ എം ആർ തമ്പാൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ടോ എന്ന് കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഡോക്ടർ എം ആർ തമ്പാൻ ആരാണ്? വൈജ്ഞാനിക സാഹിത്യ രംഗത്തെ മഹാപ്രതിഭ, അറിവിന്റെ ആടുമ്പം. ഇങ്ങനെ ഒരാൾ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ്. കാരണം ഏത് വിഷയത്തെക്കുറിച്ചായാലും എന്ത് വിഷയത്തെക്കുറിച്ചായാലും എപ്പോൾ ചോദിച്ചാലും മറുപടി ലഭിക്കുന്ന ഡോക്ടർ എം ആർ തമ്പാൻ. ആരോടും വളരെ എളിമയോട് ഇടപെടുന്ന ഡോക്ടർ എം ആർ തമ്പാൻ. അവിടെ വലിപ്പച്ച ഇന്നയാള് എന്നുള്ള ആരോടും ഏറ്റവും വളരെ ലളിതമായി ഇടപഴകുന്ന ഡോക്ടർ എം ആർ തമ്പാൻ. അദ്ദേഹം ഈ പുസ്തകം അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ജീവചരിത്രമാണ്, ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അദ്ദേഹം എഴുതി പ്രസിദ്ധി. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ശ്രീ വസന്തകുമാറിനോട് എഴുതാൻ പറഞ്ഞത്. വസന്തകുമാർ അതൊരു ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ ഇത് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ എം ആർ തമ്പാനെ കുറിച്ച് ഒരു വൈജ്ഞാനിക കോശം ഉണ്ടാകേണ്ടതുണ്ട്. വൈജ്ഞാനിക സാഹിത്യ മഹാപ്രതിഭയായതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് വൈജ്ഞാനിക കോശം ഡോക്ടർ എം ആർ തമ്പാനെ കുറിച്ച് ഉണ്ടാകേണ്ടത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെ പരാമർശിക്കുന്ന ഒരു വൈജ്ഞാനിക കോശം ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു മോഹമുണ്ട്. കാരണം ഇവരിങ്ങനെയുള്ള പ്രതിഭകൾ അപൂർവമായി മാത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അപൂർവമായ ആ അപൂർവ വ്യക്തിത്വത്തെ നമ്മുടെ സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്, അവരുടെ അറിവ്, ജ്ഞാനം പൊതുസമൂഹത്തിലെ പങ്കുവയ്ക്കേണ്ടതുമായ ഉത്തരവാദിത്വം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് വിജ്ഞാന വ്യാപന രംഗത്ത് ഇടപെടുന്ന നമുക്ക് ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ദൗത്യ നിർവഹണം. ശ്രീ വസന്തകുമാർ ഈ പുസ്തക രചന ഭംഗിയായി നിർവഹിച്ചു. വസന്തകുമാറിനെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ആമുഖ പ്രഭാഷണം നടത്തുവാനായി നമ്മുടെ പ്രിയപ്പെട്ട എം രജുവിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, സദ്ഭാവന ട്രസ്റ്റിന്റെ ചെയർമാൻ ബാലചന്ദ്രൻ അവർ, ആദരണീയനായ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന സർവാദരണീയനായ നമ്മുടെ നേതാവ്, കേരള മുഖ്യമന്ത്രി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ എ കെ ആന്റണി അവർ, ബഹുമാന്യരായ നമ്മളിന്ന് ആദരിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമായ വിജ്ഞാനത്തിന്റെ വിളക്കുമരത്തിന്റെ സ്രോതസ്സായ ഡോക്ടർ ശ്രീ എം ആർ തമ്പാൻ അവർ, ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ എം എം ഹസൻ അവർ, ICCയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിഷ്ണുനാഥ്, ഇന്ന് ഈ ഒരു സാംസ്കാരിക സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ശ്രീ വിളക്കുടി രാജേന്ദ്രൻ, ഡോക്ടർ ശ്രീ ജോർജ് ഓണക്കൂർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഗ്രന്ഥകാരനായ ശ്രീ KB വസന്തകുമാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ബഹുമുഖ പ്രതിഭകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നൊരു പൊതു നിർവചനം, അവരെല്ലാ ഭാഗത്തേക്കും പ്രകാശം ചൊരിയുന്ന വിളക്കുകളാണെന്നാണ്. ഡോക്ടർ ശ്രീ എം ആർ തമ്പാനെ കുറിച്ച് ശ്രീ KB വസന്തകുമാർ രചിച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിന്റെ പേര് വിജ്ഞാനത്തിന്റെ വിളക്കുമരം എന്നുള്ളതാണ്. ബഹുമുഖ പ്രതിഭയായ കേരളത്തിന്റെ വൈജ്ഞാനിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്ന ഡോക്ടർ ശ്രീ എം ആർ തമ്പാനെ കുറിച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു വാചകവും വിജ്ഞാനത്തിന്റെ വിളക്കുമരം എന്ന പദം തന്നെയാണ്, എന്ന വാക്യമാണ്. അതുകൊണ്ട്
യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയാൽ ഡോക്ടർ ശ്രീ എം.ആർ. തമ്പാന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, വൈജ്ഞാനിക ജീവിതത്തെ പുറത്തുനിന്ന് നമ്മൾ വീക്ഷിക്കുന്നതിന്റെ 10 മടങ്ങാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ശ്രീ എം.ആർ. തമ്പാൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സാംസ്കാരിക, വൈജ്ഞാനിക മുഖമാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ മറ്റു മുഖങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ ഈ പുസ്തകത്തിൽ കൊല്ലം എസ് എൻ കോളേജിൽ അദ്ദേഹം നേരിട്ട ഒരു സംഘർഷത്തിന്റെ മുഹൂർത്തത്തെക്കുറിച്ച് ഒരു പരാമർശം ഇതിലുണ്ട്. കൊല്ലം എസ് എൻ കോളേജിൽ വെച്ച് ഒരു സഹപ്രവർത്തകനെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം അതിക്രൂരമായി മർദ്ദിക്കുകയും ആ മർദ്ദനത്തെ സംബന്ധിച്ച് കോളേജിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു വിവരണം ഈ പുസ്തകത്തിലുണ്ട്. അന്വേഷണ കമ്മീഷൻ വെക്കാൻ തീരുമാനിക്കുമ്പോൾ സാക്ഷി പറയുന്നതിൽ ഒരാൾ സംഭവത്തിന്റെ നേർസാക്ഷിയായ ഡോക്ടർ ശ്രീ എം.ആർ. തമ്പാൻ സാർ. അന്ന് എതിർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭീഷണിയാണ്. അവർ പറയുന്നു സാക്ഷി പറയാൻ പോകുന്നവരെ കൊല്ലും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അങ്ങനെ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തമ്പാൻ സാർ പറയുന്നു ഈ ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. എതിർ പ്രസ്ഥാനത്തിന്റെ പാളയത്തിലേക്ക് ചെന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നു, നിങ്ങളുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഞാനിവിടെ നിരായുധനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം, KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ ചുമതലകൾ ഏറ്റെടുത്തിരുന്ന അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനിൽ സാറിന്റെയും ഷെയ്മ ഹസൻ അവരുടെയും തോപ്പിൽ രവി തുടങ്ങി പ്രഗത്ഭമതികളായ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുഴുവൻ സഹപ്രവർത്തകനായിരുന്ന കൊട്ടവയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മസ്നേഹിതനായിട്ടാണ് കൊട്ടാരക്കരയിലെ പഴയ KSU നേതാവ് ശ്രീ കൊട്ടവയെ കുറിച്ച്, കൊട്ടവ ഗോപാലകൃഷ്ണ സാറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന തമ്പാൻ സാർ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിൽ തുടരുന്നില്ല എന്നൊരു സംശയം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അങ്ങനെ ഒരു തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ വൈജ്ഞാനിക രംഗത്തും സാംസ്കാരിക രംഗത്തും അവബോധമുള്ള, കൃത്യമായ ഒരു നയമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കൂടി നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന ഒരു നഷ്ടബോധം ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരർത്ഥത്തിൽ രാഷ്ട്രീയത്തിന്റെ നഷ്ടം കേരളത്തിന്റെ വൈജ്ഞാനിക സാംസ്കാരിക മേഖലയിൽ ഒരു നേട്ടമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, എൻസൈക്ലോപീഡിയയുടെ സർവ്വവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടർ, തോന്നക്കലിലെ കുമാരനാശാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വം കൊടുത്ത മഹാവ്യക്തിത്വം തുടങ്ങി നിരവധി സാംസ്കാരിക ലോകത്തെ ഉജ്ജ്വലമായ സ്ഥാനങ്ങളിൽ അദ്ദേഹം വിരാജിച്ചു. അത് വെറും ഒരു സ്ഥാനങ്ങൾ മാത്രമായിരുന്നില്ല. പലപ്പോഴും സ്ഥാനങ്ങൾ എന്നത് വ്യക്തികളെ സംബന്ധിച്ച് പ്രയോജനപ്പെടാറുണ്ട്. അവർ ഇന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു എന്ന് മേനി നടിക്കുന്ന പലരുടെയും കോൺട്രിബ്യൂഷൻ പലപ്പോഴും പൂജ്യമാകുമ്പോൾ, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഔന്നത്യത്തിന്റെ എല്ലാം മഹത്വമുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൂടുതൽ ലാളിത്യത്തോടെ, നമ്മളെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ വളരെ പ്രായം കുറഞ്ഞ, അറിവ് കുറഞ്ഞ ഓരോ വ്യക്തികളോടും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, സൗമ്യ ഭാഷണം, അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി, ഓരോരുത്തരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം, അതാണ് ആ ഒരു മനുഷ്യനെന്ന നില അദ്ദേഹം കൈവരിച്ച ഔന്നത്യമാണ് ഈ അറിവുകൾക്കൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു പ്രകാശത്തിന്റെ, ഒരു പ്രകാശഗോപുരമാക്കി മാറ്റുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെ കുറിച്ചും സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊല്ലത്തെ അഷ്ടമുടിക്കായലിൽ വള്ളത്തിൽ സ്വന്തം സഹോദരിമാരെ ചേർത്ത് പിടിച്ച് നടന്ന ഒരു സഹോദരനിൽ തുടങ്ങി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ കടന്നു വന്നയാൾ, യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നയാൾ, കുടുംബത്തെ, സ്വന്തം കുടുംബത്തോട് അദ്ദേഹം പുലർത്തിയ സ്നേഹം, അവരുടെ പ്രതിസന്ധികൾ അദ്ദേഹം തണലായി നിന്ന കാര്യം, സമൂഹത്തിന്റെ പ്രതിസന്ധികൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ, സ്വന്തം പുത്രന്റെ വിയോഗത്തിൽ ഹൃദയത്തിൽ വജ്രസൂചി കൊണ്ട് മുറിവേറ്റിട്ട് കരയുന്ന, കണ്ണുനീർ തുള്ളികളുമായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു പിതാവിന്റെ ദുഃഖം എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ ബൗദ്ധിക ലോകത്ത്, വൈജ്ഞാനിക ലോകത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ
പടർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ജ്യേഷ്ഠ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ നിറഞ്ഞ ജീവിതത്തിന് എല്ലാ ആശംസകളും കൂടി അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ കൂടി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ മഹത്തായ വേളയിൽ ഈ ഒരു ആമുഖ പ്രസംഗം നൽകാനൊരു അവസരം ലഭിച്ചതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. എം എം കൃഷ്ണൻ സാർ നൽകിക്കൊണ്ട് നിർവഹിക്കുന്നതാണ്.